ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം ശക്തമാക്കി സുരക്ഷാ സേന. ബീജാപൂർ മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇന്നലെ 12 കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിരുന്നു. മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സംയുക്ത പരിശോധന തുടരുകയാണ്. ജിഷ്ണു കൃഷ്ണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജിഷ്ണു, എങ്ങനെയാണ് പരിശോധന പുരോഗമിക്കുന്നത്? എന്താണ് മേഖലയിലെ അവസ്ഥ ഇപ്പോൾ? വീണാദേവിക, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം സേന ശക്തമാക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബീജാപൂർ, കാങ്കർ, നാരായൺപൂർ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് CRPFന്റെ കോബ്ര യൂണിറ്റും ഒപ്പം ഛത്തീസ്ഗഡ് പോലീസിന്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും സംയുക്ത പരിശോധനകൾ നടത്തിവരികയാണ്. അതിനിടയിലാണ് ഇന്നലെ പുലർച്ചെ മുതൽ ബീജാപൂർ മേഖലയിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരരുമായി സുരക്ഷാ സേന ഏറ്റുമുട്ടൽ ഏർപ്പെട്ടത്. ഇന്നലെ രാത്രിയിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരപ്രകാരം മേഖലയിൽ 12 മാവോയിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കൂടുതൽ സുരക്ഷാ സേനയെ മേഖലയിലേക്ക് എത്തിച്ച് പരിശോധന നടത്തുകയാണെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മാസം മാത്രം, അതായത് കഴിഞ്ഞ 30 ദിവസത്തിനിടെ മാത്രം ബീജാപൂർ ജില്ലയിൽ വനമേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ 26 ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. അത്തരത്തിൽ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായ പരിശോധന നിലവിൽ തുടർന്നു വരികയാണ്. അതിന് പ്രത്യേക കാരണം 2 ആഴ്ചകൾക്ക് മുൻപ് ബീജാപൂരിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് ഭീകരർ നടത്തിയ IED സ്ഫോടനത്തിൽ രാജ്യത്തിന് വിലപ്പെട്ട 9 സൈനികരുടെ ജീവൻ നഷ്ടമായിരുന്നു. അതിനെ തുടർന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് ദിയോസായും ഒപ്പം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരും വ്യക്തമാക്കിയത് ശക്തമായ തിരിച്ചടി, കനത്ത തിരിച്ചടി മാവോയിസ്റ്റ് ഭീകരവാദികൾക്ക് നൽകും എന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ നിയമം അനുസരിക്കുന്ന രീതിയിൽ ആയുധം വെച്ച് കീഴടങ്ങി പുനരധിവാസ പ്രവർത്തനത്തിന്റെ ഭാഗമാവുക, അതല്ലെങ്കിൽ കടുത്ത നിയമ നടപടി നേരിടുക എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ടാണ് അതിശക്തമായ പോരാട്ടം മാവോയിസ്റ്റ് സാന്നിധ്യമുള്ള മേഖലകളിൽ സുരക്ഷാ സേന നടത്തുന്നത്. അതിന്റെ ഭാഗമായി ഇന്നലെ ബീജാപൂർ മേഖലയിൽ നടത്തിയ പരിശോധനയ്ക്കിടെയായിരുന്നു ഇന്നലെ പുലർച്ചെയോടെ ഏറ്റുമുട്ടൽ ആരംഭിച്ചത്. മേഖലയിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുകയാണ്. 12 ഭീകരർ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി ജിഷ്ണു.